അനുപമ എം ആചാരി ജയിൽ മോചിതയായി. അനുപമ എം ആചാരി എന്ന യൂട്യൂബറും അവരുടെ ആൺസുഹൃത്തും ചേർന്ന് 12 വയസ്സുള്ള മകനെ മർദ്ദിച്ച കേസ് അത്ര പെട്ടെന്നൊന്നും നമ്മൾ മറക്കില്ല. കുട്ടിയുടെ പിതാവിന്റെ പരാതിയെ തുടർന്ന് കൊച്ചിയിൽ വെച്ച് അവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അനുപമ ജയിൽ മോചിതയായതിനു ശേഷം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് ഇട്ടിരുന്നു. അതിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: 6 വർഷങ്ങൾക്ക് മുൻപ് സീതയോട് അഗ്നിശുദ്ധി വരുത്തി വരാൻ ശ്രീരാമൻ പോയി പണി നോക്കടാ പുല്ലേ എന്നും പറഞ്ഞ് ചെക്കനെയും കയ്യിലെടുത്തിറങ്ങി. ഒരു ഭൂമിയും പിളർന്ന് താഴേക്ക് പോയില്ല. ജീവിക്കാൻ തീരുമാനിച്ചു. കോടതിയിൽ കുട്ടിയെ എനിക്ക് വേണ്ട, നീ എടുത്തോ എന്ന് രാജകൽപ്പനയും. പിന്നീട് ഞാൻ ചെയ്തതെല്ലാം തെറ്റാണ്, ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു, എന്റെ സ്വാർത്ഥതയാണ് ഇങ്ങനെയൊക്കെ വരുത്തി വെച്ചത്. പൊതുസമൂഹത്തോടെ ഞാൻ ക്ഷമ ചോദിക്കുന്നു. പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ കൊന്നു കളയണമായിരുന്നു. ജോലിയില്ലാത്ത ഭർത്താവിനെയും ഇച്ചിരി പോന്ന മകനെയും സംരക്ഷിക്കാൻ ജോലിക്ക് പോകരുതായിരുന്നു. അങ്ങ് കളഞ്ഞിട്ട് പോകണമായിരുന്നു. 6 വർഷങ്ങൾക്ക് മുൻപ് ഉപേക്ഷിക്കുമ്പോൾ കോടതിയിൽ കൊച്ചിനെ വേണ്ട എന്ന് പറഞ്ഞ ആ നന്മ മരത്തിന് കൊച്ചിനെ അങ്ങ് കൊടുത്തേക്കണമായിരുന്നു. 6 വർഷം യാതൊരു ജീവനാംശവും ചിലവും വാങ്ങാതെ കൊച്ചിനെ നോക്കാൻ പാടില്ലായിരുന്നു. കഴിഞ്ഞ 2 വർഷം നന്മ മരത്തെ ഡേറ്റ് ചെയ്ത കാമുകി എന്റെ അടുത്തു വന്ന് 8 വർഷം എങ്ങനെ സഹിച്ചു എന്ന് ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് മിണ്ടാതെ നിൽക്കാൻ പാടില്ലായിരുന്നു. ഈ കഴിഞ്ഞ ഏപ്രിൽ വേറൊരുത്തിയെ കല്യാണം കഴിച്ചപ്പോൾ ഡിവോഴ്സ് ആയ കാരണം അന്വേഷിച്ചു വന്ന പെൺകുട്ടിയുടെ വീട്ടുകാരുടെ അടുത്ത് ചെറുക്കന്റെ നല്ല നടത്തം ശരിക്കൊന്ന് ബോധിപ്പിക്കണമായിരുന്നു. പറഞ്ഞില്ല, ജീവിക്കട്ടെ എന്ന് വെച്ചു. ഏപ്രിലിൽ കല്യാണം കഴിഞ്ഞ ഒരു തവണ പോലും കൊച്ചിനെ കൊണ്ടുപോകാൻ തയ്യാറാകാത്ത ആ നന്മ മരത്തിന്റെ കാക്കനാടുള്ള ഫ്ളാറ്റിലേക്ക് കൊച്ചിനെ യൂബർ കയറ്റി വിടണമായിരുന്നു. പ്രിൻസിപ്പൽ, ക്ലാസ് ടീച്ചർ, സ്പോർട്സർ, ഫ്ളാറ്റിന്റെ സെക്യൂരിറ്റി, വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ, ഇവരോടൊക്കെ തുടരെ വിളിച്ച് മകന്റെ കുറ്റം പറഞ്ഞപ്പോൾ ഒക്കെ കൊടുത്തുവിടണമായിരുന്നു. അതെങ്ങനെ കൊണ്ടുപോകണ്ടേ? ടീനേജിലേക്ക് കടക്കുമ്പോഴുള്ള സൈക്കോളജിക്കൽ ഇഷ്യൂസ് കാണിക്കാൻ തേവരയിലുള്ള ക്ലിനിക്കിൽ കൊണ്ടുപോയപ്പോൾ സൈക്കോളജിസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്: ഇവന് അമ്മയോട് ഒബ്സഷനാണ്, അമ്മയുടെ മെയിൽ പാർട്ട്ണറാണ് ഇവന്റെ പ്രധാന പ്രശ്നം. കൗൺസിലിംഗ് അവസാനിപ്പിച്ച് ഇത്രയേറെ പ്രണയമുണ്ടായിരുന്ന പാർട്ട്ണറെ അങ്ങ് പറഞ്ഞു വിട്ടു. ചെയ്യരുതായിരുന്നു. ചെറുക്കനെ നന്മമരത്തിന് കൊടുത്തുവിട്ടിട്ട് അങ്ങ് സുഖമായി കല്യാണം കഴിച്ചു ജീവിക്കണമായിരുന്നു. ഒരു ഡേ കെയറിൽ പോലും വിടാതെ ഓഫീസിലും കാണുന്ന സ്ഥലങ്ങളിലും ഒക്കെ കൊണ്ടു നടക്കാൻ പാടില്ലായിരുന്നു. സിവിൽ സപ്ലൈസിൽ ഞങ്ങൾ വിക്രമാദിത്യനും വേതാളവുമായിരുന്നു. ഫോൺ വേണമെന്ന് പറഞ്ഞ് രാത്രി 3 മണിക്കൊക്കെ ഒരു സൈക്കോയെ പോലെ വീടിനകത്ത് അലഞ്ഞു നടന്ന ഗ്ലാസ് ഒക്കെ എറിഞ്ഞു പൊട്ടിച്ച മകനെ അപ്പോൾ തന്നെ ഇളമക്കര പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണമായിരുന്നു. ഒരിക്കൽ 2024 ചെയ്തിട്ടുണ്ട്. അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസ് സാറിന് ഓർമ്മ കാണും. അശോക റോഡിലുള്ള ഒരു വീട്ടിൽ രാത്രി കയറി വന്ന് അന്നയിപ്പിച്ച ഒരു കുട്ടിയെ ശാന്തമാക്കിയത് അയൽവാസികൾക്കും ഓർമ്മ കാണും. അത് ഈ കഴിഞ്ഞ നവംബർ 13 ചെയ്തിരുന്നേൽ നിങ്ങൾ ആഘോഷിച്ച ന്യൂസ് ഉണ്ടാവില്ലായിരുന്നു. 2024 ജനുവരി മാസം ലാമിനെക്ടമി കഴിഞ്ഞ് കിടന്ന എന്നെയും എന്റെ പാർട്ട്ണറെയും ഒരു മുറിയിൽ പൂട്ടിയിട്ട് അപ്പുറത്തെ മുറിയിൽ എന്റെ അച്ഛനെയും അമ്മയെയും പൂട്ടിയിട്ട് ഹാളിൽ സൈക്കോയെ പോലെ ചെക്കൻ ഇരുന്നപ്പോൾ കതക് പൊളിച്ചാണ് പുറത്തു വന്നത്. അന്ന് ജുവനൈൽ ഹോമിൽ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഇപ്പോൾ എനിക്ക് ജയിലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു. ചെയ്തില്ല അതൊന്നും. സമൂഹം ചാർത്തി തന്ന അമ്മ എന്ന ഭാരിച്ച ഉത്തരവാദിത്തം ഏറ്റെടുത്ത കുലസ്ത്രീ കളിച്ചു നടന്നു. പാടില്ലായിരുന്നു. അമ്മ ആരോട് മിണ്ടണം, ആരുടെ കൂടെ കിടക്കണമെന്ന് തീരുമാനിക്കാൻ മാത്രം വളർന്ന ടീനേജ് ബോയ്. ഐഫോൺ വാങ്ങി കൊടുത്തില്ലെങ്കിൽ അമ്മയെ ജയിലിൽ കയറ്റാൻ തക്ക പ്ലാനും വർക്കൗട്ട് ചെയ്യാൻ വളർന്നു മിടുക്കൻ. കൂടെ കാമുകൻ ഉണ്ടായിരുന്നെന്നും. എങ്കിൽ കിടക്കട്ടെ അവനും ഒരു കുതിരപ്പവൻ എന്ന എക്സ് നന്മ മരം. എടോ നന്മമരം എക്സേ, വന്നു കിടന്നുറങ്ങടാ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് കൈ ഓങ്ങിയപ്പോൾ നഖം കൊണ്ട് ചെറിയ പാടിൽ 2 ദിവസം കഴിഞ്ഞ് ചെക്കനെ കൊണ്ടുപോയി കലാമിൻ ലോഷൻ വാരി തേച്ച് സ്ക്രിപ്റ്റ് എഴുതി ഷൂട്ട് ചെയ്ത് കാണിച്ച ആ ബുദ്ധി ഇനി ആന പിടിച്ചാലും തിരിച്ചു കിട്ടില്ല. വളർത്തിക്കോ, നന്നായി വളർത്തിക്കോ. ഇനി അച്ഛന്റെ അടുത്താണ് വളർത്തേണ്ടത്. അമ്മയുടെ റോൾ കഴിഞ്ഞു. അമ്മയെ ജയിലിൽ കയറ്റിയ മോൻ അച്ഛനെ വൈകാതെ സെൻട്രൽ ജയിലിലും കയറ്റും. ഇപ്പോഴത്തെ വൈഫിന് ഒരു ചെറിയ മോൻ അല്ലേ ഉള്ളത്? NB. എന്റെ വീട് അപ്പുവിന്റെയും നല്ല സിനിമയാണ്. ഒരു ടീനേജുകാരന്റെ ചെയ്തികളെല്ലാം മറച്ചുവെച്ച സർവം സഹായായ അമ്മയുടെ ആ ഭാരിച്ച റോൾ അഭിനയിച്ചു തകർക്കാൻ ഇനി എനിക്ക് മനസ്സില്ലച്ചോ. അതിജീവിതയാണച്ചോ. അപ്പന്റെയും മകന്റെയും യൂട്യൂബർമാരുടെയും വിനോദങ്ങൾ അതിജീവിച്ച അതിജീവിത. കൊല്ലാം, തോൽപ്പിക്കാനാവില്ല. ജയിൽ ഡയറീസ്. അനുഭവക്കുറിപ്പുകൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യും. താങ്ങാൻ പറ്റാത്തവരും കൂടെ നിന്ന് താങ്ങിയവരും അൺഫോളോ അമർത്തി അൺബ്ലോക്ക് അടിച്ച വീട്ടിലിരിക്കുക. കൂടെ നിന്നവർക്ക് എല്ലാം മനസ്സിലാക്കി കൈത്താങ്ങ് തന്നവർക്ക് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്റെ ശുക്രിയ. നിങ്ങൾ ഓരോരുത്തരുടെയും വാശിക്ക് എടുത്തിട്ട് അപമാനിച്ച റീൽസും ഫോട്ടോയും ഒക്കെ കേട്ടസി മകനാണ്. അവന്റെ എഡിറ്റിംഗ് സ്കില്ലാണ്. അത്രയും കഴിവേറിയായി മകനെ വളർത്താൻ പാടില്ലായിരുന്നു. ഉപദേശിക്കുന്നവരൊക്കെ അവന് ശത്രുക്കളായിരുന്നു. 6 വർഷമായി തനിച്ചു ജീവിക്കുന്ന ഒരു അമ്മയും മകനും പിന്നെ ഉപദേശം നൽകാൻ ആരുണ്ടാകുമെന്ന അമ്മയുടെ ഫ്രണ്ട്സ് തന്നെ. ഫ്രണ്ട്സിന്റെ കാര്യത്തിൽ ഞാൻ ധനികയാണ്. എന്നെ താങ്ങി നിർത്താൻ അവരൊക്കെയാണ് ഉള്ളത്. അവരിൽ പലരും വീട്ടിൽ വന്ന് പോകാറും നിൽക്കാറുമുണ്ട്.
ഒരു റൂം എപ്പോഴും ഒരു ഗസ്റ്റിനുള്ളതാണ്. അവനും ആളുകൾ ഉള്ളത് ഇഷ്ടമാണ്, പക്ഷെ അവരൊന്നും ഉപദേശിച്ചുകൂടാ. ഇൻസ്റ്റഗ്രാമിൽ വേണ്ടാത്ത ഏതൊക്കെയാ പോൺ സ്റ്റാർസിനെ ഫോളോ ചെയ്യുകയും അഡൾട്ട്സ് റീലുകൾ ലവ് ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നത് കണ്ട അമ്മയുടെ സുഹൃത്ത് വഴക്കു പറഞ്ഞു. പബ്ജി കളിക്കാൻ ഫോൺ കൊടുക്കില്ല എന്ന് പറഞ്ഞു. ടീനേജുകാരനാണ് എന്നും വൈരാഗ്യ ബുദ്ധി ഉണ്ടാകുമെന്നും ഓർക്കണമായിരുന്നു. വർഷങ്ങൾക്കു ശേഷം കിട്ടിയ അവസരം നന്മമരം മുതലെടുത്തു. ചെക്കന് ഓൺലൈൻ ട്യൂഷൻ കൊടുക്കാൻ 5000 രൂപ വേണമെന്ന് കണ്ടപ്പോൾ, പുതിയ കല്യാണം കഴിച്ചതോടെ അവന് കിട്ടാനുള്ള പോക്കറ്റ് മണി പോലും അയാൾ ഡിനേ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവന്റെ സമ്മതത്തോടെ ഞാൻ ഒരു കേസ് ഫയൽ ചെയ്തു. ഇക്കഴിഞ്ഞ ഏപ്രിലിൽ 6 വർഷങ്ങൾക്ക് ശേഷം കൊച്ചിന്റെ അവകാശത്തിന് വേണ്ടി ഞാൻ ചിലവിന് ചോദിച്ചു. എടോ നന്മമരമേ, പൈസ തരാൻ കഴിയില്ലെങ്കിൽ കൊണ്ടുപോയി വളർത്തിയാൽ പോരായിരുന്നോ? അതിന് കലാമിൻ ലോഷൻ വാരി നെഞ്ചത്ത് തേക്കണമായിരുന്നു. എന്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്താണല്ലോ യൂട്യൂബർമാരെ നിങ്ങളുടെ പ്രശ്നം. ഞാനും എൻ്റെ പേരൻസും മകനുമുള്ള വീട്ടിൽ ഒരു ചെറിയ സുഹൃത്തിനെ നിർത്തിയാൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? അമ്മയുടെ അനിയത്തിയുടെ മോൻ എന്ന് പറഞ്ഞ് അമ്മ പോലും എല്ലാവരെയും അവനെ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. ഓഗസ്റ്റ് മാസം നടന്ന ചെറിയച്ഛന്റെ മകളുടെ കല്യാണത്തിന് ഈ പറഞ്ഞ സുഹൃത്ത് എൻ്റെ കുടുംബത്തോടൊപ്പമാണ് ഉണ്ടായിരുന്നത്, കൂടെ നിന്നത്. സെപ്റ്റംബർ മാസം ഒരു മേജർ സർജറി കഴിഞ്ഞ് എറണാകുളം മെഡിക്കൽ സെന്ററിൽ കിടന്നപ്പോൾ മാറി മാറി എന്നെ നോക്കിയ ബൈസ്റ്റാൻഡേഴ്സ് എൻ്റെ സുഹൃത്തുക്കളാണ്. പകൽ സമയം മുഴുവൻ പേരൻസും മോന് സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് രാത്രി അവരെയൊക്കെ തന്നെയാണ് എൻ്റെ അമ്മ ഏൽപ്പിച്ചു പോയത്. അന്നൊന്നും എൻ്റെ കട്ടിലിന്റെ അടിയിൽ ആരെന്ന് ഒളിഞ്ഞു നോക്കാൻ ഒരു യൂട്യൂബർമാരെയും കണ്ടില്ല. കഴിഞ്ഞ സെപ്റ്റംബർ 27 മുതൽ മെഡിക്കൽ ലീവിലാണ്. ഓണാഘോഷത്തിന് ഓഫീസിൽ 20 മിനിറ്റ് നിർത്താതെ ഡാൻസ് ചെയ്ത എന്നെ എല്ലാവർക്കും ഓർമ്മ കാണും. നേരെ പോയത് ഹോസ്പിറ്റലിലേക്കാണ്. പിറ്റേ ദിവസം സർജറിയും 7 ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന മെഡിക്കൽ ലീവ് ഓഫീസർ സാങ്ഷൻ ചെയ്ത ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ കാമുകന്റെ കൂടെ കിടന്ന് കൊച്ചിനെ മാന്തണം. റെസ്റ്റിൽ ഇരിക്കുന്ന എന്നെയാണ് ജയിലിൽ കൊണ്ടുപോയിട്ടത്. അതുകൊണ്ട് നന്നായി റെസ്റ്റ് എടുക്കാൻ പറ്റി. താങ്ക് യു കാക്കനാട് വനിതാ സബ് ജയിൽ. കിടിലൻ അന്തരീക്ഷം, നല്ല റൂംമേറ്റ്സ്, സഹകരണ മനോഭാവമുള്ള സ്റ്റാഫ്. വൃത്തിയുടെ കാര്യം പറയേണ്ട, നല്ല പൂന്തോട്ടമാണ്, ആമ്പൽക്കുളവും. ഞാൻ 4.5 റിവ്യൂ കൊടുക്കും. എറണാകുളം എന്ന് പറയുന്ന സിറ്റിയിൽ എന്തും നടക്കും മിസ്റ്റർ നന്മമരം. കൊച്ചിനെ ഇടയിൽ കിടത്തി വേണ്ട എനിക്ക് ഉണ്ടാക്കാൻ. ഹോളിഡേ ഇന്നുണ്ട്, ക്രൗൺ പ്ലാസയുണ്ട്, താജുമുണ്ട്, ഗോകുലവുമുണ്ട്. എന്തിന് 17,000 രൂപ കൊടുത്ത് ഹയാത്തിൽ കാമുകനെയും കൊണ്ടുപോയാൽ കിടിലൻ ടൈം എൻജോയ് ചെയ്യാം. അപ്പോഴാണ് കൊച്ചിനെയും കൊണ്ട് നടന്ന സെക്സ് ആസ്വദിക്കേണ്ട ഗതികേട് എനിക്കില്ലടോ ശ്രീരാമ. കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമല്ലേ ആയുള്ളൂ. ഇപ്പോൾ ചെക്കൻ വന്നിട്ടുണ്ടല്ലോ, നടുക്ക് തന്നെ കിടത്തണം. അവനെ കയ്യിൽ തലവെച്ച് കെട്ടിപ്പിടിച്ച് കിടക്കാതെ ഉറക്കം വരില്ല. അന്യ സ്ത്രീയാണ് അപ്പുറത്ത് കിടക്കുന്നത്. എനിക്കെന്തായാലും പോക്സോ കിട്ടിയില്ല. ഒരു 10 പേരെ ഇരുത്തി പത്രസമ്മേളനം നടത്തി എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ എനിക്ക് പറ്റും. പക്ഷെ വേണ്ട, കാരണം അപ്പുറത്തുള്ളത് എന്റെ മകനാണ്. അവിടെ നിന്ന് ഇനി അടുത്ത അക്രമം കാണിച്ച് ഓടി വരാൻ അവന് ഞാൻ മാത്രമേ ഉള്ളൂ. കടയ്ക്കൽ കേസ് നിങ്ങൾക്കെല്ലാം ഓർമ്മ കാണും. അമ്മ മകനെ ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു കേസ്. ആ കേസ് ഡയറി നിങ്ങൾ ഒന്ന് വായിച്ചു പഠിക്കണം, എന്തായിരുന്നു അതിന്റെ വിധിയെന്നും. ഇനി സിംഗിൾ പേരൻസിനോടാണ്. അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ, അപ്പുറത്ത് നിൽക്കുന്ന കക്ഷി കൊച്ചിനെ വേണ്ട എന്ന് കോടതിയിൽ പറഞ്ഞാലും ആഴ്ചയിൽ 1 ദിവസം നിർബന്ധിച്ച് യൂബർ കയറ്റി വിടണം. കാരണം ഒറ്റയ്ക്ക് കുട്ടി ഉണ്ടാവില്ലല്ലോ കല്യാണം കഴിക്കുവാണേൽ. ആരാണോ നോക്കുന്നത് എപ്പോഴും അവൈലബിൾ ആകുന്നത് അവരെ കുട്ടിക്ക് വിലയുണ്ടാകില്ല. അക്കരപ്പച്ചി ആയിരിക്കും, നമ്മൾ മോശമായിരിക്കും. സോ വിട്ടേക്കുക. എന്റെ അനിയത്തിയുടെ റോൾ വെറും ഒരു ഫോൺ കോൾ ആണ് എന്ന് അവൾ പോലീസിൽ നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്. അവൾ അവനെ കാണാൻ വീട്ടിൽ വൈകിട്ട് വന്ന സമയത്ത് അവളുടെ ഫോണിൽ നിന്ന് അവൻ നന്മമരത്തെ വിളിച്ചു. അവനെ ഞാൻ ഒന്നിനും റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല. അവനെ എപ്പോ വേണമെങ്കിലും അവന്റെ ജനറ്റിക് തന്തയെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. വൈകുന്നേരങ്ങളിലെ ഷാർജ ഷെയ്ഖ് ബന്ധം പുതുക്കാൻ വന്ന നന്മമരം ഷെയ്ഖിന് പകരം കലാമിൻ ലോഷനാണ് കൊടുത്തത് എന്ന് തോന്നുന്നു. ഇതുപോലെ 2 വർഷം മുൻപ് പരീക്ഷയ്ക്ക് തോറ്റതിന് ഞാൻ അടിച്ചപ്പോൾ ചെക്കൻ അങ്ങ് ഓടിപ്പോയി. കുറെ ഞാൻ വിഷമിച്ചു. സ്കൂളിൽ പോയി എന്നും കാവലിരുന്നു. മിസ്സുമാരെ വിളിച്ചു കരഞ്ഞു. ഒത്തിരി ഫ്രണ്ട്സ് അന്ന് എനിക്ക് കൂട്ടിരുന്നു. അന്നാണ് ഗൈസ് പോട്ടുപുല്ല് എന്ന് പറഞ്ഞ് ഞാൻ തായ്ലൻഡിൽ പോയത്. പോയി തിരിച്ചു വന്നപ്പോൾ ദേ ചെക്കൻ ഓടി വന്നേക്കുന്നു. അന്നത് വാർത്തയായില്ല, വർത്തമാനവും ആയില്ല. ബിക്കോസ് അന്ന് ഞാൻ സെലിബ്രിറ്റി അല്ലല്ലോ. ABC-യിൽ പോയി തുടങ്ങിയിട്ട് 1.5 വർഷമല്ലേ ആയുള്ളൂ. എനിക്കിഷ്ടമാണ്, പാഷനാണ്, അവധി ദിവസങ്ങളിൽ ചെയ്യുന്ന പണിയാണ്. പൈസ വാങ്ങാതെ ആത്മാർത്ഥമായി ചെയ്യുന്ന ഇഷ്ടമുള്ള കാര്യമാണ് പോഡ്കാസ്റ്റ്. ഇത്തവണ ഈ ചെക്കൻ തിരിച്ചു ഓടി വരുമ്പോൾ നിന്നെ നിന്റെ യൂട്യൂബർ മാമന്മാർ നോക്കിക്കോളും. എടാ മോനെ, നിന്നെയും എന്നെയും വെച്ച് മാമന്മാർ ലക്ഷങ്ങൾ ഉണ്ടാക്കി 5 ദിവസം. അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് ക്യാഷ് എടുത്ത് എൻ്റെ മോന് ചിലവിന് കൊടുക്കണം. കാരണം എൻ്റെ ജോലി പോയി, എനിക്ക് നോക്കാനുള്ള ആവതില്ലല്ലോ. ഓപ്പറേഷൻ ജാവ സിനിമയിലെ ഒരു ഡയലോഗ് ഉണ്ട്, അഖിലേട്ടനാണോ? അതെ അഖിലേട്ടനാണ്. അതുപോലെ സംഖ്യയാണോ? അതെ സംഖ്യയാണ്. സംഖ്യ ആയതുകൊണ്ട് 2 ചവിട്ട് കൂടുതൽ കിട്ടി. താങ്ക്സ്. എത്ര നന്മമരമാണേലും പുരക്ക് മീതെയാണോ കടയ്ക്കൽ വെട്ടിയേക്കുക.
നന്ദി, നമസ്കാരം. മാൻകൂട്ടത്തിന് പിന്നാലെ ഓടുമ്പോൾ എന്റെ കേസ് മുക്കിക്കളയല്ലേ എന്റെ യൂട്യൂബർമാരെ. ലൈവായിട്ട് നിർത്തിയേക്കണം പ്ലീസ്. സാരി ഉടുത്ത് ഉടൻ തന്നെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇട്ട ഫോട്ടോ തന്നെ വീണ്ടും വീണ്ടും നിങ്ങൾ എടുത്ത് ഉപയോഗിച്ച് മടുക്കണ്ടല്ലോ. ക്ഷമയോടെ കാത്തിരിക്കൂ. തൽക്കാലം നിങ്ങളുടെ കയ്യിൽ കിട്ടാത്ത ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഈ പോസ്റ്റ് അവസാനിക്കുന്നത്. ഇതിലെ ശരിതെറ്റുകളെ കുറിച്ച് ആരുടെ പക്ഷത്താണ് ന്യായം എന്നതിനെ കുറിച്ച് പറയാൻ ശ്രമിക്കുന്നില്ല. നിങ്ങൾ അനുഭവിച്ചതിന്റെ സത്യാവസ്ഥ അനുപമ, അത് നിങ്ങൾക്ക് മാത്രമേ അറിയാൻ കഴിയൂ. എങ്കിലും ഒന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ ഈ പറഞ്ഞു വെച്ചത് അത്രയും നിങ്ങളുടെ മകനെ കുറിച്ചാണ്. നാളെ ഒരു കാലത്ത് നിങ്ങൾ അവനെ ചേർത്തു പിടിച്ചേക്കാം. അപ്പോൾ ഈ പറഞ്ഞതൊക്കെയും നിങ്ങൾ മറന്നാലും ഇത് കേട്ട പൊതുജനം ആ 12 വയസ്സുകാരനെ അളക്കുമ്പോൾ അതിൽ ഈ പറഞ്ഞതൊക്കെയും തെളിഞ്ഞു നിൽക്കും. അവന് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തേണ്ടതും നേർവഴിക്ക് നടത്തേണ്ടതും ആരായിരുന്നു? സ്വയം തിരുത്താനുള്ള പ്രായമൊന്നും അവനായിട്ടില്ലല്ലോ. കണ്ടതിൽ നിന്നും കേട്ടതിൽ നിന്നും നല്ലത് മാത്രം ഉൾക്കൊണ്ട് വളരാൻ മകനെ നിനക്ക് കഴിയട്ടെ എന്ന് മാത്രമേ പറയാനുമുള്ളൂ.